വടകര നഗരസഭ കണ്ടീജന്റ് ജീവനക്കാരുടെ കലാസാംസ്കാരിക സംഘടനാ രൂപീകരണവും ലോഗോ പ്രകാശനവും വടകര ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. പരിപാടി വടകര നഗരസഭാ ചെയർമാൻ പി കെ ശശി ഉദ്ഘാടനം ചെയ്തു. ഈ സംഘടനയ്ക്ക് എന്ത് വേണം, മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഫണ്ട് ആവശ്യമായി വരും. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു നിശ്ചിത പൈസ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയൊരു പൈസ മാസത്തിൽ വരിസംഖ്യ പോലെ എല്ലാ ആളുകളും അടച്ചു കഴിഞ്ഞാൽ ഒരു പരിപാടി വരുമ്പം എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും, ആ ഫണ്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ ഫണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രയാസമില്ലാതെ ഒരു വേദി, അതിനുള്ള വേദിയിൽ കൂടി നിങ്ങൾക്ക് അംഗീകാരം കിട്ടുവാനൊക്കെ ഉള്ള എന്തുണ്ട് സാധ്യതയുണ്ട്. വടകര നഗരസഭയുടെ അഭിമാനമാണ് നിങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നിങ്ങളെ കൈകൊണ്ട് നഗരം വൃത്തിയാകുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ കല കൊണ്ടും നിങ്ങളുടെ കല കൊണ്ടും നഗരം ഏറ്റവും മികച്ചതാകട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. വേറിട്ട് നിൽക്കാതെ ഒറ്റക്കെട്ടായി എന്ത് ചെയ്യുക, ഈ സംഘടനയെ വളർത്തുക. രാഷ്ട്രീയം നോക്കണ്ട, മതം നോക്കണ്ട, എല്ലാവരും ഒന്നാണ് എന്നുള്ള രീതിയിലേക്ക് മാറുവാൻ വേണ്ടി കഴിയണം. രാഷ്ട്രീയമൊക്കെ നമ്മൾക്കുണ്ട്, പക്ഷെ അതിൻ്റെ രീതിയിലേക്ക് പോകണ്ട. ഇത് ജാതിയും മതവും ഒന്നുമില്ലാതെ ഒറ്റക്കെട്ടായി പോകുന്നതാണ് ഈ സംഘടന ഇന്ന് രൂപീകരിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് വരട്ടെ. ഈ കലാസാംസ്കാരിക സംഘടന വടകര മുനിസിപ്പാലിറ്റിയുടെ അഭിമാനമായി മാറട്ടെ എന്നും കൂടി സൂചിപ്പിക്കുകയാണ്. വടകര മുനിസിപ്പാലിറ്റിക്ക് തന്നെയാണ്, വടകര മുനിസിപ്പാലിറ്റിയുടെ കണ്ടീജൻസി ജീവനക്കാർ ഒരു സാംസ്കാരിക സംഘടന ഉണ്ടാക്കി വടകര മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള കലാസാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയും കൂടിയും മുനിസിപ്പാലിറ്റിക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് അഭിമാനത്തോടു കൂടി എല്ലാ വേദിയിലും നമ്മൾക്ക് പറയുവാൻ വേണ്ടി കഴിയും. ആ രീതിയിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾക്ക് കഴിയും. ചില നന്നായിട്ട് പാട്ട് പാടുന്ന ആളുകളുടെ ഒരു ട്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. വത്സമാഷൻ ഏറ്റവും നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു ട്രൂപ്പ് ഉണ്ടാക്കി നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് പുറത്തും പരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടി കഴിയും. തെരുവ് നാടകം, കാലിക പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ഏറ്റവും നന്നായിട്ട് അഭിനയിക്കാൻ വേണ്ടി കഴിയാവുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി തെരുവ് നാടകം ഏറ്റവും പ്രധാനമായിട്ട് അതാത് സമയത്ത് വരുന്ന സമൂഹത്തിനെ ഉണർത്തേണ്ട രീതിയിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മയക്കുമരുന്നെല്ലാം ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുക. മയക്കുമരുന്നിനെതിരായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ത്രീകളോട് നടത്തുന്ന അതിക്രമത്തിനെതിരായിട്ടൊക്കെ സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നമ്മൾക്ക് നടത്താൻ വേണ്ടി കഴിയും. മറ്റ് എന്തൊക്കെയാണോ കഴിവുകളുള്ളത് ആ കഴിവുകളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ വടകര മുനിസിപ്പാലിറ്റിയിലും മുനിസിപ്പാലിറ്റിക്ക് പുറത്തും നമ്മൾക്ക് അവതരിപ്പിക്കാൻ വേണ്ടി കഴിയാവുന്ന രീതിയിലുള്ള കഴിവുകളുള്ള ആളുകൾ ഈ കണ്ടീജൻസി ജീവനക്കാരുടെ കൂട്ടത്തിലുണ്ട്. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ലോഗോ പ്രകാശനവും ആശംസാ പ്രസംഗവും പ്രശസ്ത ഗാനരചയിതാവും സാംസ്കാരിക പ്രവർത്തകനുമായ EV വത്സൻ മാസ്റ്റർ നിർവഹിച്ചു. ദേവദാരു പൂത്തകാലം നീ മറന്നു, പ്രിയ ദേവതമാർ ചൂടിത്തന്നു പൂ മറന്നു. ദേവിയായി വന്നണഞ്ഞൊരെൻ്റെ സ്വപ്നമേ, ദേവലോകമെന്നെനിക്ക് നഷ്ടസ്വർഗമോ. ദേവിയായി വന്നണഞ്ഞൊരെൻ്റെ സ്വപ്നമേ, ദേവലോകമെന്നെനിക്ക് നഷ്ടസ്വർഗമോ. ബാക്കി അറിഞ്ഞോടെ പാടില്ലേ? അടി 1 2 3 4. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ, ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണു പിഴയുന്നു ഞാൻ. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ,
രക്ഷാധികാരി ടി.സി. പ്രദീപൻ ആമുഖ ഭാഷണം നടത്തി. സുമേഷ് ജെഫ്രി സ്വാഗതവും അജിത വി.കെ. നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി.